തിരുവനന്തപുരം മുതലപ്പുഴയിൽ പൊഴി മുറിക്കുന്നതിനായുള്ള മണൽ നീക്കം പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് ചന്ദ്രഗിരി ഡ്രഡ്ജർ തീരത്തെത്തിയത്. പൊഴി തുറക്കും മുൻപ് കൂട്ടിയിട്ടിരിക്കുന്ന മണൽ നീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വിവരങ്ങളുമായി കമലേഷ് ചേരുകയാണ്. കമലേഷ്, പൊഴിമുറിക്കൽ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ അഴീക്കലിൽ നിന്ന് വന്ന വലിയ ഡ്രഡ്ജറാണോ ചന്ദ്രഗിരി? അതുകൂടി എത്തിയതോടെ കൂടുതൽ വേഗത്തിലേക്ക് നടപടികൾ ആവുകയാണോ? ഈ ഡ്രഡ്ജർ ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇവിടെ മുതലപ്പുഴയിൽ എത്തിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഈ പൊഴി പൂർണ്ണമായും മണൽ മൂടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ പൊഴിക്കകത്തേക്ക് ചന്ദ്രഗിരി ഡ്രഡ്ജറിന് പ്രവേശിക്കാൻ കഴിയുന്നില്ല. ഈ ഡ്രഡ്ജറിന് പ്രവേശിക്കാൻ കഴിയുന്ന നിലയിൽ ഈ പൊഴി മുറിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അത് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഇപ്പോൾ വി ശശി MLA ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു അല്പ സമയം മുൻപ്. അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹവും ചൂണ്ടിക്കാട്ടുന്നത് ഏതാണ്ട് ഒരു അല്പസമയത്തിനകം ഈ വേലിയേറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അത് കഴിഞ്ഞാൽ 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ പൊഴി മുറിച്ചുകൊണ്ട് ഈ ഡ്രഡ്ജറിന് അകത്ത് കയറാൻ കഴിയും എന്നുള്ളതാണ്. നിലവിൽ ഇവിടുത്തെ നാട്ടുകാർ, നേരത്തെ സമരസമിതിയുടെ ഭാഗമായി വലിയ പ്രതിഷേധങ്ങൾ അറിയിച്ച നാട്ടുകാരും സർക്കാരിന്റെ നിലവിലെ പ്രവർത്തനങ്ങളുമായി അവർക്ക് യോജിപ്പാണ്. അവർ ആ നിലയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ തന്നെയാണ് പങ്കുവെക്കുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിട്ടുള്ളത് ചില ഉദ്യോഗസ്ഥരുടെ തെറ്റായ പ്രവണതകൾ മൂലമാണ്. ആ ഉദ്യോഗസ്ഥരെ കൃത്യമായി ഇക്കാര്യങ്ങൾ പറഞ്ഞ് പണിയെടുപ്പിക്കാൻ ഫിഷറീസ് മന്ത്രി തയ്യാറാകണമെന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഈ ഉദ്യോഗസ്ഥരുടെ ചില അലംഭാവം കൊണ്ടാണ് സർക്കാരിന് പോലും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഈ പഴി കേൾക്കേണ്ടി വരുന്നത് എന്ന അഭിപ്രായമാണ് ഭൂരിഭാഗം തൊഴിലാളികളും, ഈ മത്സ്യത്തൊഴിലാളികളും പ്രദേശവാസികളും എല്ലാം തന്നെ നമ്മളോട് പങ്കുവെക്കുന്ന ഒരു കാര്യം. ഏതായാലും നിലവിലെ പ്രവർത്തനത്തിൽ അവർ പൂർണ്ണ സന്തോഷവാന്മാരാണ് എന്നുള്ളതാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ഈ മണ്ണ് മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അതായത് ഈ പൊഴിയിൽ നിന്ന് മണ്ണ് പുറത്തേക്ക് നീക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ 2 എക്സ്കവേറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ണ് നീക്കുകയാണ്. അതോടൊപ്പം ഈ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പുറത്തേക്ക്, അതായത് കരയിലേക്ക് മാറ്റിയിട്ട മണ്ണ് അവിടെ നിന്നും പൂർണ്ണമായും എത്രയും പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ വേലിയേറ്റം ഉണ്ടാകുന്ന സമയത്തടക്കം ഈ മണ്ണ് വീണ്ടും പൊഴിയിലേക്ക് തന്നെ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് കരയിലേക്ക് മാറ്റിയ മണ്ണ് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും മാറ്റുന്നതിനാവശ്യമായ നടപടിക്രമങ്ങളും പെട്ടെന്ന് തന്നെ അത് പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന കാര്യം കൂടി അവർ മുന്നോട്ട് വെക്കുന്നു. ഏതായാലും അല്പസമയത്തിനകം, ഏതായാലും 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ പൊഴി പൂർണ്ണമായും മുറിച്ച് ഈ ചന്ദ്രഗിരി ഡ്രഡ്ജറിന് അകത്തേക്ക് പ്രവേശിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. മനു, ശരി, വിവരങ്ങളാണിപ്പോൾ നമുക്ക് കമലേഷ് നൽകിയത്. ഏതായാലും പൊഴി മുറിക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നു. ചന്ദ്രഗിരി എന്ന് പറയുന്ന ഡ്രഡ്ജർ കൂടി എത്തിയതോടെ അല്പസമയത്തിനകം തന്നെ പൊഴിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അതോടുകൂടി നടപടികൾ കൂടുതൽ വേഗത്തിലാവുകയും ചെയ്യും.